BT ജോസഫ് പറയുകയായിരുന്നു, മാത്തന് പോത്ത് സൊളിവിൽ എന്ത് കിട്ടിയാലും എല്ലാത്തിനും അങ്ങ് ദീനമാണ്. ആ ഉള്ള ജ്യൂസ് മുഴുവൻ കുടിക്കും. മുന്തിരിയുടെ കുടിച്ചു, പൈനാപ്പിൾ. നമുക്കാരെങ്കിലും 10 രൂപ തന്നാൽ തിരിച്ചു കൊടുക്കാനില്ലെങ്കിലും പ്രാർത്ഥിക്കണം. ആരെങ്കിലും 10 രൂപ തന്നാൽ ആരും കാണാതെ താത്തേ ചോടുകയല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നമ്മളിതുകൊണ്ടല്ലേ ജീവിക്കുന്നേ. അല്ല, നമുക്ക് എന്നെ രാത്രി കള്ളനോട്ടടിയുണ്ടോ? എനിക്കില്ല, പൊന്നജാനുമില്ലെന്നറിയാം, നിങ്ങൾക്ക് ആർക്കുമില്ല. അപ്പം പിന്നെ നമുക്കാരെങ്കിലും 10 രൂപ തരുമ്പോൾ പ്രാർത്ഥിച്ചോണം. ദൈവം അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണം, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇതാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കാര്യം. എന്തെങ്കിലും നന്മ ചെയ്തപ്പോൾ തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ? അപ്പോ പട്ടണം കൊടുത്തു. എത്ര പട്ടണം കൊടുത്തെന്ന ദൈവദാസനെ? 20 പട്ടണം. 20 പട്ടണം കൊടുത്തു. 20. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. അപ്പൊ സോർ രാജാവ് ഒന്ന് വന്നു. അപ്പം പറഞ്ഞു, ഞാൻ 20 പട്ടണം മാറ്റി ഇട്ടിട്ടുണ്ട്, തടി തന്നേന്റെ നന്ദി. സോർ രാജാവ് പട്ടണം കാണാനൊന്ന് വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. ആ പട്ടണം ഒന്നും ബോധിച്ചില്ല. ഈ ശലോമോൻ വലിയ ബുദ്ധിമാനാ. ഇയാൾ കൊടുത്തത് നല്ല ഗുണമുള്ള സ്ഥലമല്ല കൊടുത്തെന്ന് പേരേ ഉള്ളു, ഇയാൾ ഒപ്പിച്ചു കൊടുത്തതാ. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടോ. എത്ര പേര് വരും പ്രാർത്ഥനയ്ക്ക്? 50 പേര്. ഒരു കാര്യം ചെയ്യും, ഒരു 30 പേരുടെ ഭക്ഷണം പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് ഒപ്പിക്കുകയായിട്ട്. എന്നുവെച്ചാൽ അവസാനം അമ്മാമ്മ ഇച്ചിരി തോരൻ അമ്മാമ്മ ഇപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അമ്മാമ്മ അടുക്കളയിൽ കൂടെ ഇറങ്ങി വാഴയുടെ മൂട്ടി പോയി നിൽക്കുക. തോരൻ ചോദിച്ചവൻ എന്നാ തള്ള എവിടെ നിന്ന്? പിന്നെ തോരൻ കീരൻ ഉള്ളത് കഴിച്ചു പോകാൻ പറ. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. കൺവെൻഷന് ഫുഡ് കമ്മിറ്റി ആരാ? കറിയാച്ചനാണ് ഫുഡ് കമ്മിറ്റി. കൺവെൻഷൻ കഴിഞ്ഞ് കഴിക്കാൻ വന്നപ്പോൾ സാമ്പാർ കലം കമത്തി കാണിക്കുന്നു, ഇല്ലെന്ന്. നടന്ന കാര്യമാണ്. ഒരുത്തൻ തവിയായിട്ട് നിൽക്കുക, ഇനിയും വരുന്നവരെ വെട്ടും. ഒരുത്തൻ കാളാമുണ്ടമായിട്ട് നിൽക്കുന്നു, ഒറ്റ പഴമില്ല, ഇനിയും ചോദിച്ചു വന്നാൽ കാളാമുണ്ടന് രാത്രി 9:30 ആർക്കാ തല്ലുകൊള്ളാൻ ഇത്ര ദണ്ണം? ആട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. ഒക്കുന്നിടത്തൊട്ട് ഒപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തെന്ന് പേര് എന്നാ ഗുണം വരുന്നോ? പേര് ഞാൻ പറയത്തില്ല, സ്ഥലവും പറയത്തില്ല. ഒരു വീട്ടുകാരെ പറ്റി പറഞ്ഞത് അവർ ആർക്കും ഗുണം ചെയ്യുന്നവരല്ല. അപ്പം അടുത്ത വീട്ടുകാർ പറഞ്ഞു, അയ്യോ അവർ ഭയങ്കര പെന്തിക്കോസിലാണ്, ഭയങ്കര പേരും പ്രശസ്തിയൊക്കെയാണ്, പക്ഷെ അവരെ പറ്റി അഭിപ്രായമാണ്. കപ്പ കൊടുക്കും അവർ, പക്ഷേ കപ്പത്തണ്ട് കൊടുക്കുകയല്ലെന്ന്. മനസ്സിലായില്ല? കപ്പ അവർ കൊടുക്കും, പക്ഷേ കപ്പത്തണ്ട്. കാരണം കപ്പത്തണ്ട് കൊടുത്താൽ അവൻ അത് വെട്ടിമുറിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പിന്നെ കപ്പയാകുകയല്ലേ. അത് വരരുത്. മനസ്സിലായില്ല? ഇവരെപ്പോഴും കപ്പ കൊടുക്കുന്നവരുടെ പേരായിട്ട് എപ്പോഴും കൺവെൻഷന്, അയ്യോ പിന്നെ അച്ഛൻ കഴിഞ്ഞ കൊല്ലം പുള്ളിയാണ് കപ്പ കൊടുത്തത്, ഇക്കൊല്ലം പുള്ളിയാണ്. എന്നാൽ പിന്നെ കപ്പത്തണ്ടൂടെ 2 എണ്ണം സഭയിലുള്ളവർ കൊടുത്ത് അവരും 2-3 കപ്പ ഇടുകയല്ലേ, അത് ജയിപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടുന്നില്ലേ ഒന്നും? ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ ലളിതമായിട്ട് പറഞ്ഞു, നന്നായിട്ട് പിടികിട്ടണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു വിദ്വാനാ ഞാൻ ഒത്തിരി ഉണ്ടല്ലോ. പുള്ളി 20 പട്ടണം കൊടുത്തെന്ന് പേര്. പക്ഷേ സോർ രാജാവ് വന്ന് നോക്കിയപ്പം പുള്ളിക്ക് ബോധിച്ചില്ല. ഒന്നുകൂടെ വായിച്ചു. എന്നാൽ അവനെ ബോധിച്ചില്ല, പുള്ളിക്ക് ബോധിച്ചില്ല. ഒപ്പീര ഒക്കുന്നിടത്തോട്ട് ഒപ്പിക്കുക. ബോധിച്ചില്ല. സഹോദര, അവനും കാശുണ്ടെങ്കിലും മര്യാദക്കാരനാ കേട്ടോ. സഹോദര, ശലോമോനെ വിളിക്കുക. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത്? ഇങ്ങനെയൊക്കെയാണോ തരുന്നത്? നീ എനിക്ക് തന്ന പട്ടണങ്ങൾ എന്ത്? അവയ്ക്ക് ഇന്ന് വരെ കാബൂൽ ദേശം എന്ന കാബൂൽ. അപ്പൊ ഈ 20 പട്ടണങ്ങൾ ഉൾപ്പെട്ട ദേശമാണ് കാബൂൽ ദേശം എന്ന് പറഞ്ഞാൽ ഇരുണ്ട സ്ഥലം, അന്ധകാരത്തിന്റെ സ്ഥലം. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ തിമിരമുള്ള സ്ഥലം. അങ്ങനെ വായിച്ച 9:1. ഈ ദേശത്തിന്റെ കുഴപ്പടി ഒത്തിരി ഉണ്ട്. തിമിരമുള്ള സ്ഥലം, അന്ധകാരത്തിന്റെ സ്ഥലം, മരണമുള്ള സ്ഥലം, പരുവക്കേടുള്ള സ്ഥലം. വായിച്ചേ. ഇത് കഷ്ടതയുടെ ദേശമാ. പിന്നെ 2 തിമിരമുള്ള ദേശം. പിന്നെ പണ്ടവൻ സെബൂലൂൻ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനതയുള്ള. അപ്പം കഷ്ടതയുള്ള ദേശം, തിമിരമുള്ള ദേശം, ഹീനതയുള്ള ദേശം, ഇതൊക്കെ ആ പുള്ളി കൊടുത്തെന്ന് പേരാ. ഗുഡ് ന്യൂസിൽ പേര് വന്നു, മനോരമ പേര് വന്നു, പിന്നെ ചർച്ചക്കൂടന്റെ മാസിക എന്തുവാ സുവിശേഷനാഥവോ അതിനകത്ത് പേര് വന്നു. പിന്നെ നമ്മുടെ IPCയുടെ എന്തുവാ അല്ല ഗുഡ് ന്യൂസും PM മാത്യു സാറിൻ്റെ സഭയുടേത് കാകളവും
ദൂതൻ അസംബ്ലീസ് കോഡിൻ്റെ. പിന്നെ കാകളത്തിൽ പേര് വന്നു, ദൂതന് പേര് വന്നു, സുവിശേഷനാഥത്തിലും പേര് വന്നു, മനോരമയുടെ ഫ്രണ്ട് പേജിലും വന്നു, പേരൊക്കെ വന്നു. പക്ഷെ ഗുണം പിടിക്കുന്നില്ല. ഗുണം പിടിപ്പിക്കാൻ കൊടുത്തതല്ല. ഏതായാലും ഒരു പാവം പിടിച്ച സഹോദരിക്ക് ഒരു തയ്യൽ മെഷീൻ കൊടുത്തേച്ച് 30 പേരാ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്. ഇങ്ങനെയാ നിൽക്കുന്നത്. അവള് 3 തുണി തയ്ച്ചാൽ ഇനിയും തയ്ക്കുന്നില്ല, സൂചിയും കൈ കൊത്തി കയറി. ഞാനങ്ങ് അടങ്ങുക, അല്ലാതെ എന്നാ ചെയ്യാനാ. കഷ്ടതയുള്ള ദേശം, തിമിരമുള്ള ദേശം, ഹീനതയുള്ള ദേശം. അടുത്ത വായിക്കും. ഇരുട്ടിൽ നടന്ന ജനം. ഇരുട്ട് അന്ധകാര ദേശം. അതാ കാബൂല് അന്ധകാരമാണ്. അപ്പൊ കഷ്ടത, തിമിരം, ഹീനത, അന്ധകാരമുള്ള ദേശം. എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല, ഒത്തിരി ഉണ്ട് വാക്യങ്ങൾ. ഇനി മത്തായി 4:12 കൂടെ ചേർത്ത് വായിച്ചു. എല്ലാം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. മത്തായി 4:12 മുതൽ താഴോട്ട് വായിച്ചു. നിങ്ങൾ ചിലർ വചനം ആസ്വദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തോട്ട് കയറിയത്. ഇല്ലേ, ആ ഭാഗത്തൊന്നും ഞാൻ കയറുക. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട സെബൂലൂന്റെ നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഭൂമി ചെന്ന് പാർത്തു. ഇതെല്ലാം ഈ കാബൂൾ ദേശത്തിൽപ്പെട്ടതാ. ആ കടൽക്കര, കടലാ കൂടുതൽ. ഗലീല കടല്, അതിനോട് ചുറ്റുവട്ടമുള്ള ദേശം 20 പട്ടണം. ഇതാ ഹീരാമിനെ ശലോമോൻ ഒപ്പിച്ചു കൊടുത്തത്. യേശു അവിടെ വന്നു. അടുത്ത വാക്യം. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീല. ഗലീലയിലെ കാനാവില കല്യാണം നടക്കുന്നത്. ജാതികളുടെ ഗലീല. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം. അപ്പോൾ അന്ധകാരമുള്ള ദേശം, ഇരുട്ടിലിരിക്കുന്ന ജനം. അടുത്ത മരണഭീതി എന്നുണ്ട്, വായിച്ചേ. മരണത്തിന്റെ ദേശം കണ്ടോ? എന്തെല്ലാം കുഴപ്പടിയുള്ള ദേശമായി ഗലീലയിലെ കാന. മരണം നടക്കുന്ന ദേശം, ഇരുട്ടിലിരിക്കുന്ന ദേശം, ഹീനതയുള്ള ദേശം, അവന്റെ തിമിരമുള്ള ദേശം, കഷ്ടതയുള്ള ദേശം. അവിടോട്ടാ യേശു വരുന്നത്. ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ ഹീനത മാറും, നിന്റെ കഷ്ടത മാറും, നിന്റെ നിരാശ മാറും, നിന്റെ മരണഭീതി മാറും. തിമിരത്തെ മാറ്റി തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നസറായൽ നമ്മുടെ നടുവിൽ കൂടെ നടകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ തിമിരം മാറട്ടെ, ദേശത്തിന്റെ തിമിരം മാറട്ടെ, മരണഭീതികൾ മാറട്ടെ, മരണവീടുകൾ മാറിപ്പോകട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാ ഗലീലയിലെ കാനാവിലെ കല്യാണം വീട്ടിൽ വരാൻ കാരണം ഇതാ. സ്തോത്രം. അല്ലാതെ ഒരു പണിയില്ല, എന്നാ ഇന്ന് കല്യാണത്തിന് പോയേക്കാം. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ചിലരെ കല്യാണം വിളിക്കണ്ട, കല്യാണക്കുറി വഴി കടന്ന് കിട്ടിയാൽ മതി. മാർത്തോമ്മ പാരീഷ് ആൾ കൊട്ടാരക്കര, നിന്നെ വിളിച്ചതാണ്. ഇല്ല, എനിക്ക് കുറി വഴി കടന്ന് നല്ല പെരുക്കും, എല്ലാത്തിനും അങ്ങ് ദീനവും തരണം. അയ്യോ, എടുപ്പ് കാണണം. നാളൊരു നല്ല വാക്കി വന്നതെല്ലാം കൂടെ ആപ്പിളും എല്ലാം കൂടെ വായിനകത്ത് തെള്ളി കയറ്റി കൊണ്ടുപോകുന്നു. ഇങ്ങനെ വെക്കുമല്ലോ. ഓരോരുത്തരുടെ പ്രൗഢിയും പത്രാസും അനുസരിച്ചല്ലേ. ആപ്പിളും മുന്തിരിങ്ങായും എല്ലാം വയ്ക്കുക. തള്ള തെക്കും പൊക്കും നോക്കി വെച്ച് കുറേ എടുത്ത് ഒന്നും അറിയാൻ മേലാത്ത ഇങ്ങനെ സൊളിവിൽ മേടി. പണ്ട് BT ജോസഫ് പറയാറുണ്ട്, മാത്തന് പോത്ത് സൊളിവിൽ എന്ത് കിട്ടിയാലും എല്ലാത്തിനും അങ്ങ് ദീനമാണ്. ആ ഉള്ള ജ്യൂസ് മുഴുവൻ കുടിക്കും. മുന്തിരിയുടെ കുടിച്ചു, പൈനാപ്പിളിൻ്റെ ഇത് കുടിച്ചു, പിന്നെ അപ്പറേ തണ്ണിമത്തൻ്റെ അതും ഒരു പെരുക്ക്, എല്ലാം എടുത്തു. എന്നിട്ട് പറഞ്ഞ ഭാഷ, എനിക്ക് യോഗത്തിന് വരാൻ മേലെ ഷുഗർ കൂടിയിരിക്കുക. എന്നിട്ട് അന്ന് ഈ മുഴുവൻ കുടിച്ച് എടുത്ത് ആ വറുത്ത് വെച്ചത് മുഴുവൻ സമൂസ, കട്ട്ലേറ്റ്, നല്ല പെരുക്കിയ ചാകത്തോട്ട്. എന്നിട്ട് പാസ്റ്റർമാരെങ്ങാനും ഒരു 10 മിനിറ്റ് മുമ്പോട്ട്, അയ്യോ വിശക്കുന്ന 1 മണിയായി, ഈ നല്ല എടുപ്പെടുത്ത് വെച്ചിരിക്കുക. ചേര പന്നീലിയെ വിഴുങ്ങിയതുപോലെ. ഇത് കൂടുതൽ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? അത്രയും പറഞ്ഞാൽ പോരെ? വേണേ ഇനിയും പറയാം.